പാവറട്ടി വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ഓരോ വർഷവും പാപ്പ ഫ്രെയിംസ് അതിഗംഭീരമായിട്ടാണ് ആഘോഷിക്കാറ്. എത്രയെത്ര മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ് ഓരോ വർഷവും പിറന്നു വീണിട്ടുള്ളത്. ഈ വർഷവും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാനം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് പാപ്പ ഫ്രെയിംസ്. മഞ്ജരിയാണ് ആ ഒരു ഗാനം പാടിയിട്ടുള്ളത്. ആ പാട്ട് കേൾക്കുന്ന സമയത്ത് അതിൽ ആ ഒരു ഫ്ലൂട്ടിൻ്റെ ഒരു പോർഷൻ നല്ല ഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂട്ട് വായിച്ചിട്ടുള്ളത് അശോക് കുമാർ ചേട്ടനാണ്. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ ആ ഒരു ഫ്ലൂട്ട് വായനയുടെ ആ ഒരു മാധുര്യം നേരിട്ട് ആസ്വദിക്കാനായിട്ട് ഇവിടെ എത്തിയതാണ്. ബ്രോൺസൺ ചേട്ടനാണ് ഈ ഒരു സോങ്ങിൻ്റെ മിക്സിങ് ആൻഡ് മാസ്റ്ററിങ് ചെയ്തിട്ടുള്ളത്. ബ്രോൺസൺ ചേട്ടൻ്റെ ഹോം സ്റ്റുഡിയോയിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ മെയിൻ പാർട്ടൊക്കെ ജനിച്ചത് ഇവിടെയാണെന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം ബ്രോൺസൺ ചേട്ടനോട് ചോദിക്കാം അല്ലേ അഞ്ജലി ചേട്ടാ? നമ്മൾ ഈ ഒരു പാട്ട് ചെയ്ത സമയത്ത് നല്ല രസമായിട്ടുള്ളൊരു പാട്ട്, അത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ഭംഗിയിൽ ആസ്വദിക്കുന്നത് ഈ ഒരു സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ അശോകേട്ടനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു ഫ്ലൂട്ടിന്റെ പോർഷനൊക്കെ അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്. നമുക്കിപ്പോൾ അതെ ഹിറ്റ് ആവുന്ന ഒരു ഭാഗമാണ്. നമുക്കിപ്പോൾ റിംഗ് ടോണൊക്കെ ആക്കി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർഷനാണ്. നമ്മുടെ മനസ്സിലിങ്ങനെ നല്ലൊരു ഒരു ഫീലൊക്കെ തരുന്നൊരു പോർഷനാണ്. അപ്പോൾ ഈ ഫ്ലൂട്ടിന്റെ ആ ഒരു പോർഷനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഫ്ലൂട്ടിന്റെ പോർഷനെ കുറിച്ച് പറയാനുള്ള അശോക് കുമാറിനായിട്ട് ഞാൻ ഒരു 10-25 കൊല്ലത്തെ പരിചയമുണ്ട് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ. പൊന്നാനിയാണ്. ഇപ്പോൾ പുള്ളി ഇപ്പോൾ സ്റ്റേജ് ചെയ്യണത് ഗുരുവായൂരാണ്. മ്യൂസിക് ക്ലാസ്സും പ്രോഗ്രാംസും റെക്കോർഡിങ്സും. അപ്പോൾ എൻ്റെ റെക്കോർഡിങ്സിലൊക്കെ മെയിനായിട്ട് ഫ്ലൂട്ട് വായിക്കുക അശോക് കുമാറാണ്. പിന്നെ നമുക്ക് ഭയങ്കര റിട്ടേൺസാണ്. നമ്മളൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടി 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 തരും. നമുക്ക് കൺഫ്യൂഷൻ ആക്കാന്നല്ലാണ്ട് നമുക്ക് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് തരും. അപ്പൊ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം എന്നുള്ളതൊരു ഇത്. അപ്പോൾ നല്ല ഒരു ടാലന്റഡ് ആർട്ടിസ്റ്റിനെ നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ കീബോർഡ് ആയാലും സജോ പുള്ളിയും നമുക്ക് അത്രയും പരിചയമുള്ളൊരു ആളാണ്. നമുക്ക് ഓർക്കസ്ട്ര ഫീൽഡിലും റെക്കോർഡിങ്സിലും ഒക്കെ നമുക്ക് പ്രോഗ്രാം മെലഡിയൊക്കെ ചെയ്യാനും, പുള്ളി മെലഡി ചെയ്യും, ഞാൻ റതം ചെയ്യും, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് എൻ്റെ ഒരു ലോകമാണ് ഈ ഹോം സ്റ്റുഡിയോ. ലൈവില് വായിക്കലും അതുപോലെ തന്നെ റെക്കോർഡിങ് വായിക്കും, രണ്ട് കലാരൂപങ്ങളാണ്. അപ്പൊ രണ്ടിലും ഒരുപോലെ മികവ് പുലർത്തുക എന്നുള്ളതൊരു വലിയ കാര്യമാണല്ലേ? കാരണം വെച്ചാൽ ലൈവിൽ ഇപ്പൊ നമ്മള് ഒരു പീസ് ഒരു പോർഷൻ നമ്മളിപ്പോ സെപ്പറേറ്റ് അതിന്റെ ഒരു ഇത് മാർക്ക് ചെയ്ത് നമ്മൾ കൊടുത്തു, നൊട്ടേഷൻ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് മാർക്ക് ചെയ്ത് കൊടുത്ത് അത് കറക്റ്റ് തുടങ്ങി അവിടെ നിന്ന് വായിക്കാന്നുള്ളൂ. ഒരു ഫുൾ സോങ് ലൈവിൽ വായിക്കും. പക്ഷെ രണ്ടിലും ആള് എനിക്ക് തോന്നുന്നു ഒരുപോലെ മികവ് പുലർത്തുന്ന ഒരു ആളായിട്ട് തോന്നിയിട്ട്. സിനിമാ പാട്ട് വായിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ വായിച്ചിട്ട് നമുക്ക് കോപ്പി ചെയ്താൽ നമുക്കത് കേട്ട് പഠിക്കാം. പക്ഷെ നമുക്ക് ഒരു 4 ബാർ അല്ലെങ്കിൽ 8 ബാർ ഒരു പീസ് വേണം, ഒരു ബീജ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ വായിച്ചു തരുന്ന ഒരാളാണ് അശോക് കുമാർ. അതുപോലെ അത്യാവശ്യം ശിഷ്യഗണങ്ങളും അത്യാവശ്യം സ്റ്റുഡൻസും ഒക്കെ ഉള്ള ഒരാളാണ്. ഫ്ലൂട്ടിന് മാത്രമായിട്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട് ഗുരുവായൂർ പടിഞ്ഞാറടക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിലാണ്. അപ്പം നമ്മൾ ഇത്ര നേരം നമ്മളിങ്ങനെ ഇവര് പറയായിരുന്നു ചേട്ടനെ കുറിച്ച്. അപ്പം നമ്മൾ ഈ ഒരു സോങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു ഫ്ലൂട്ടിന്റെ ഒരു പോർഷൻ വായിച്ച സമയത്ത് എന്താ തോന്നിയത്? എങ്ങനെയുണ്ട് പാട്ട്? പാട്ട് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല മെലഡിയാണ്, നല്ല മെലഡി. അതുകൊണ്ടാണ് എനിക്ക് BGM നന്നായിട്ട് വായിക്കാൻ എനിക്ക് പറ്റിയത്. ഒരു കാരണം അതാണ്. പ്രോഗ്രാമിങ്ങും മിക്സിങ്ങും നല്ലൊരു മെലഡിയസ് സോങ് ആണ്. അപ്പൊ അത് നമുക്ക് വായിക്കുന്ന സമയത്ത് കുറച്ചും കൂടി സമയം ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി പറ്റാം. പക്ഷെ നമുക്ക് പരിമിതി ഉണ്ടല്ലോ സമയത്തിന്റെയും. സന്തോഷം. ഇപ്പോ ടീച്ചറാണ് ട്യൂഷൻ തന്നെ. അല്ല വെച്ചാൽ ഗുരുവായൂർ ഒറക്കള്ളി വിദ്യാലയം എന്നാണ് എന്റെ വിദ്യാലയത്തിന്റെ പേര് തന്നെ. അപ്പൊ അവിടെ പടിഞ്ഞാറ് നടക്കാൻ ഞാൻ സ്ഥിരമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. ക്ലാസ്സും കാര്യങ്ങളും പ്രോഗ്രാമിനും ഒക്കെ ആയിട്ട് അവിടെ തന്നെ പോകും. വായിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിതിന്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ അധികം വർഷങ്ങളായിട്ടില്ല. അതാണ് ഒരു കാര്യം, വളരെ പോയിന്റ് ആയിട്ടുള്ള കാര്യം അതാണ്. ചലച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ജോലിക്ക് പണിക്കൊക്കെ പോയിരുന്ന ഒരാളാണ്. ഇഷ്ടം മ്യൂസിക് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓരോ ജോലിയിൽ നിന്ന് ഞാൻ പതുക്കെ പിൻവലിയും. അങ്ങനെ ഒരു 30 വർഷത്തെ എൻ്റെ പ്രയത്നം അങ്ങനെ പറയാനിരിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല പല മേഖലകളിൽ വർക്ക് ചെയ്ത അവസാനം നമ്മൾ നമ്മുടെ മേഖലയിൽ ഇവരുടെയൊക്കെ കൂടെ സിംഫണി ഓർക്കസ്ട്ര ടീമിലാണ്. അങ്ങനെയാണ് ആളെയൊക്കെ പരിചയമുണ്ട്. അങ്ങനെ വന്നു. നമ്മുടെ പാവറട്ടിയിലെ പള്ളിയുടെ പ്രോഗ്രാം ഈ റെക്കോർഡിങ് തന്നെയാണ്
എൻ്റെ ഏറ്റവും ആദ്യത്തെ റെക്കോർഡിങ്, നല്ല റെക്കോർഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 17 കൊല്ലത്തോളം വിശുദ്ധ ഒരു സോങ് ഡേവിസാന്റെ സോങ് ഇറക്കിയിട്ട് സ്റ്റാർട്ടിങ്ങിൽ കേട്ടോ, സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റില് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലായിട്ട് ആദ്യമായിട്ട് അതുവരെ ഗാനമേളയ്ക്ക് ഇങ്ങനെ വായിക്കുന്ന ഒരു സംഭവം. ഗാനമേളയ്ക്ക് എന്ന് പറയുമ്പോൾ അതുപോലെ കോപ്പി ചെയ്ത് വായിക്കാന്ന് മാത്രം. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങനെ ഒരു റെക്കോർഡിങ്ങിനായിട്ട് വായിക്കുന്നു, അതുപോലെ ലൈവായിട്ട് വായിക്കുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. രണ്ടും ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോഡി മാത്രമേ നമുക്ക് BGM തരുള്ളൂ. പക്ഷെ അതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അതിലൊരു നിൽക്കും വേണം. അതിൻ്റെ ചെറിയൊരു മൈന്യൂട്ട് സാധനങ്ങൾ നമ്മൾ ഗ്രാസ്പ് ചെയ്തിട്ട് വായിക്കണം. പിന്നെ ഫ്ലൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രുതി സെൻസ് നന്നായി വേണം റെക്കോർഡിങ്ങിന് വായിക്കാൻ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ബ്രോൺസൺ അവനാണിച്ചാൽ എനിക്ക് ഭയങ്കര ധൈര്യം, കൺഫർട്ടാണ്. കാരണം എനിക്ക് എന്നെ നന്നായിട്ട് അവനറിയാം, അവനെ നന്നായിട്ട് എനിക്കും അറിയാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കാരണം ഇതിൻ്റെ ഒരു വിഷ്വൽ കോർഡിനേഷനും ഡയറക്ഷൻ്റെയും ചെയ്തൊരാളെന്ന രീതിയിൽ നിങ്ങളുടെ ഒരു സഹകരണം നമ്മുടെ ഒരു സോങ്ങിൽ ലഭിച്ചതിൽ, അത് മാത്രമല്ല ഇത്രയും വർഷങ്ങളായിട്ടുള്ള നിങ്ങൾ ഔസേപ്പിതാവിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ആദ്യത്തെ സോങ്ങും ഇപ്പോഴത്തെ സോങ്ങൊക്കെ വായിക്കാൻ പറ്റുന്നത്. പിന്നെ പാപ്പറോയിൻസിനെ സംബന്ധിച്ച് ഈ ഒരു റൂമിൽ നിന്നാണ് പാപ്പറോയിൻസിൻ്റെ ഒരു 95% പരിപാടികളും മ്യൂസിക് പ്രൊഡക്ഷനും ഇവിടെ തന്നെയാണ്, ബ്രോൺസൺ തന്നെയാണ്. ബ്രോൺസൺ നമ്മളിപ്പോൾ ഒരു മ്യൂസിക് ഇട്ടു, ചിലപ്പോൾ മ്യൂസിക് ചെയ്യുന്നത് ബ്രോൺസന്റെ സുഹൃത്തുക്കളെ രതീഷായിരുന്നു മുന്നത്തെ സോങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സ് മ്യൂസിക് ചെയ്താലും അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ, മറ്റ് മിക്സിങ്, മാസ്റ്ററിങ്, എല്ലാ പ്രൊഫഷണൽ കാര്യങ്ങളും എല്ലാം ബ്രോൺസന്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ പലപ്പോഴും ഈ നല്ല സൗഹൃദങ്ങളിൽ നിന്ന് ആ സൗഹൃദങ്ങൾ ക്രിയേറ്റീവായിട്ട് വരുമ്പോഴാണ് നല്ലൊരു ഔട്ട്പുട്ട്, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വർഷം അങ്ങനെ ഒരു നല്ലൊരു പ്രൊഡക്ഷൻ സാധിച്ചു എന്നാണ് വിശ്വാസം. ഔസേപ്പിതാവിൻ്റെ അനുഗ്രഹത്താൽ അത്രയധികം ആൾക്കാർ ഈ സോങ്ങിനെ പറ്റി നല്ലത് പറഞ്ഞു. ഇതിലെ ഈ ഫ്ലൂട്ട് വായിച്ച് അദ്ദേഹത്തിൻ്റെ ഈ പോർഷൻ ഹൈലൈറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാത്തിനും ഒരുപാട് സന്തോഷം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലുള്ള നല്ല നല്ല മ്യൂസിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ധിക്കും വരെ വണക്കം.